തിരുവനന്തപുരം വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട കേസിൽ കുറ്റം സമ്മതിച്ച പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. പ്രതി പെൺകുട്ടിയുടെ ദേഹത്തെ ചാരി നിൽക്കുകയും എതിർത്തപ്പോൾ ട്രെയിനിൽ നിന്നും ചവിട്ടി താഴെയിടുകയുമായിരുന്നു. രണ്ടാമത് ചവിട്ടേറ്റ അർച്ചന വാതിൽ കമ്പിയിൽ പിടിച്ചു കിടന്ന് സഹയാത്രികരാണ് പിടിച്ചു കയറ്റിയത്. ട്രെയിനിന്റെ വാതിലിൽ നിന്നും പെൺകുട്ടി മാറാത്തതിന്റെ ദേഷ്യത്തിൽ ചവിട്ടിയെന്നാണ് പ്രതിയുടെ മൊഴി. എന്നാൽ ഇവരുടെ മൊഴി പോലീസ് കണക്കിലെടുത്തിട്ടില്ല. സുരേഷ് മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വീണ് പരിക്കേറ്റ യുവതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ്. യുവതിയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി. വിശദാംശങ്ങളുമായി മെഡിക്കൽ കോളേജിൽ നിന്നും എസ് ശാലിനി, തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ദിസ്ന സുരേഷ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശാലിനിയിലേക്ക്. ശാലിനി, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പെൺകുട്ടി ഇപ്പോൾ ചികിത്സയിലുള്ളത്. പെൺകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ്? സുരേഷ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് നിലവിൽ ഈ പെൺകുട്ടി ഉള്ളത്. പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് RPF-നെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി അധികൃതർ ഇപ്പോൾ നൽകുന്ന സൂചന എന്നുള്ളത്. ഇപ്പോൾ രാവിലെ വിശദമായ പരിശോധനകളുണ്ട്. ആന്തരിക രക്തസ്രാവം അടക്കം ഇന്നലെ ഉണ്ടായ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള പ്രത്യേക പരിശോധനകൾ നടത്തിയ ശേഷമായിരിക്കും ഒരു പൂർണ്ണമായും എന്താണ് നിലവിലെ ആരോഗ്യസ്ഥിതി എന്നുള്ള കാര്യത്തിൽ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് വിവരങ്ങൾ നമുക്ക് ലഭ്യമായി കിട്ടുകയുള്ളൂ. പ്രധാനമായും ഇന്നലെ ഈ സംഭവം നടന്നത് രാത്രി 8:30 ഗുരുതരമായി പരിക്കുകളോടെയാണ് ഈ പെൺകുട്ടിയെ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചത്. വെന്റിലേറ്ററിലായിരുന്നു ആദ്യം ഈ പെൺകുട്ടിയെ മാറ്റിയത്. അതിനുശേഷം വിദഗ്ധ ചികിത്സകൾ നൽകി വെന്റിലേറ്ററിൽ കിടത്തേണ്ട സാഹചര്യമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റൊരു ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുള്ളത്. എന്തായാലും വിശദമായ പരിശോധനകൾ തുടരുകയും ചെയ്യുകയാണ്. അതേസമയം തന്നെ ഈ അതിദാരുണമായ സംഭവത്തിൽ അല്പസമയത്തിനകം ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളടക്കം ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമ്മയും സഹോദരനും അടക്കമുള്ളവർ ബംഗളൂരുവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അപ്പം തന്നെ പെൺകുട്ടിയുടെ ഭർത്താവ് ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി 8:30 ഈ സംഭവം ഉണ്ടാകുന്നത്. മദ്യപിച്ച് ബോധരഹിതനായ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ട്രെയിനിനുള്ളിൽ വെച്ച് ഈ പെൺകുട്ടിയെ ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ടത്. വർക്കലയ്ക്കും കടയ്ക്കാവൂരിനും ഇടയിലുള്ള ഭാഗത്താണ് ഈ പെൺകുട്ടി വീണത്. പിന്നീട് മെമു ട്രെയിനിലാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക്, മെമു ട്രെയിനിൽ വർക്കലയിൽ എത്തിച്ച് അവിടെ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് പെൺകുട്ടിയെ എത്തിക്കുകയുമായിരുന്നു. നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒരു രീതിയിലുള്ള പ്രകോപനവും ഉണ്ടാതെയാണ് ഈ പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിലൊരു അറ്റാക്ക് ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിന് 2-3 തരത്തിലുള്ള മൊഴികളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഒന്ന്, ഈ സുരേഷ് കുമാർ എന്ന പ്രതി പറയുന്നത് ഈ പെൺകുട്ടി വാതിലിന് സമീപത്ത് വന്ന് നിൽക്കുകയായിരുന്നു. വാതിലിന് സമീപത്ത് നിന്ന് മാറി നിൽക്കാൻ താൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആവശ്യപ്പെട്ടിട്ടും മാറാത്ത സാഹചര്യത്തിൽ ചവിട്ടി പുറത്തേക്ക് ഇട്ടു എന്നുള്ളതാണ്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഈ അറസ്റ്റൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം വൈദ്യപരിശോധനയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് താനല്ല തെറ്റുകാരൻ, പെൺകുട്ടിക്ക് വട്ടാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ള മൊഴികൾ, പ്രത്യേകിച്ച് പെൺകുട്ടിയുടെയും സുഹൃത്തിൻ്റെയും കൂടാതെ തന്നെ യാത്ര ചെയ്തിരുന്ന മറ്റ് സഹയാത്രികരുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തിയിരിക്കുന്ന നിഗമനം എന്നുള്ളത്, യാഥാർത്ഥ്യം എന്നുള്ളത്, ഈ ട്രെയിനിൽ പെൺകുട്ടി നിൽക്കുകയായിരുന്നു. സമീപത്ത് തന്നെ സുഹൃത്തുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ ദേഹത്തേക്ക് വന്ന് ഇയാൾ ചാരി, അത് പ്രകോപനമായി പെൺകുട്ടി ചോദ്യം ചെയ്തു. അതിനെ തുടർന്നാണ് ഈ പെൺകുട്ടിയെ ചവിട്ടി പുറത്തേക്കിടുന്നത്. കൂടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പെൺകുട്ടിയും ഇതേ രീതിയിൽ തന്നെ ഇയാൾ ചവിട്ടി പുറത്തേക്കിട്ടു. പക്ഷേ പെൺകുട്ടി ട്രെയിനിൻ്റെ കൈവരിയിൽ പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് സഹയാത്രികരാണ് ഈ പെൺകുട്ടിയും രക്ഷപ്പെടുത്തിയത്. എന്തായാലും സംഭവത്തിൽ പോലീസ് ഈ സുരേഷ് കുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എറണാകുളത്ത് ജോലി അന്വേഷിച്ചു പോയി തിരികെ മടങ്ങും വഴിയാണ് മദ്യപിച്ച് ശേഷം ട്രെയിനിനുള്ളിൽ ഈ പെൺകുട്ടിയോട് ഇത്തരത്തിൽ മോശമായി പെരുമാറുകയും ചെയ്തത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. എന്തായാലും ഇന്ന് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. സുരേഷ്. ശരി, ശാലിനിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ദിസ്ന സുരേഷ് ശരിയാണ്. ദിസ്ന, പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അതിക്രൂരത ഈ വ്യക്തിയിൽ നിന്നും, ഈ പ്രതിയിൽ നിന്നും ഉണ്ടായതെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? KP, പ്രധാനമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മദ്യപിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് എന്നൊരു സ്ഥിരീകരണം, അല്ലെങ്കിൽ പ്രാഥമിക ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് 2 തവണ ഇത്തരത്തിൽ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ താനിത് ചെയ്തിട്ടില്ല എന്നും ഈ സഹയാത്രിക പറഞ്ഞ മൊഴിയിൽ, അല്ലെങ്കിൽ സഹയാത്രിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ആ പ്രതി ശ്രമിച്ചു എന്നത് തന്നെയാണ്. ആ മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ വലിയ വിഭ്രാന്തിയൊക്കെ തന്നെയും ഇന്നലെ പ്രതി കാണിച്ചിരുന്നു, വലിയ പരാക്രമമൊക്കെ തന്നെ കാണിച്ചിരുന്നു.
ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. ഇന്ന് പുലർച്ചെ ഇത്തരത്തിൽ കുറ്റം സംബന്ധിച്ച് പക്ഷേ ഏത് സാഹചര്യമാണ് എന്നതാണ് ഇപ്പോൾ കൃത്യമായി അറിയേണ്ടത്. അതിനുവേണ്ടിയുള്ള ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകും, പിന്നീട് കോടതിയിൽ ഹാജരാക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമുക്ക് പുതിയതായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് KP സുരേഷ് കുമാർ എന്തിനാണ് ഈ കോട്ടയത്ത് പോയത് എന്നതിനെ സംബന്ധിച്ചുള്ളൊരു വിവരവും വിശദീകരണവും ലഭിക്കുന്നു. അതായത് ജോലി തേടിയാണ് പോയത് എന്ന് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. പക്ഷേ പെയിൻറ്റിംഗ് പണി ഇയാൾ നേരത്തെ ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ കമ്പി കിട്ടുന്ന ഒരു തൊഴിലാണ് ചെയ്യുന്നത്. ഈ പെയിൻറ്റിംഗ് പണിക്കുള്ള സെറ്റ് വാങ്ങുവാനായാണ് ഇയാൾ കോട്ടയത്തേക്ക്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ഇയാൾ യാത്ര തിരിച്ചത് എന്നൊരു വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മറ്റു തൊഴിലാളികളും അയാളുടെ യാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നൊരു വിവരം കൂടി, പ്രാഥമികമായ ഒരു വിവരം കൂടി നമുക്ക്. ഈ ആക്രമണ സമയത്ത് കൂടെയുള്ള ആളുകൾ ഉറങ്ങുകയായിരുന്നു എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. ഇതായത് ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ മുൻപ് നിരവധി, അതായത് ഈ പോക്കറ്റടി പോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരാളാണ് എന്നതാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല ഒരു സംഘമായി കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തുന്നത്. ഭാര്യയും മക്കളും പിണങ്ങി സഹോദരൻ്റെ വീട്ടിൽ താമസിക്കുകയാണ് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നു. അപ്പോൾ മദ്യപാന ശീലമുള്ള ഒരാളാണ്, വലിയ രീതിയിൽ ഇത്തരത്തിൽ ചില കുറ്റകൃത്യങ്ങൾ, അതായത് പോക്കറ്റടി പോലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഒരു പ്രതിയാണ്. അപ്പോൾ അത്തരത്തിലൊരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്നതുകൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് KP.